അതുപോലെ തന്നെ മാഘമാസത്തിലെ കുംഭമേള അത് മലപ്പുറത്ത് തന്നെ നടത്തണോ മറ്റെവിടെങ്കിലും നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഫേക്ക് ഐഡി സുഡാപ്പികളും മണ്ടൻ കൊണാപ്പന്മാരും ഒക്കെ ഉണ്ട്. അവര് അറിയാൻ വേണ്ടി പറയാണ്, നാവാമുകുന്ദന്റെ നടക്കൽ നടത്തേണ്ട ചടങ്ങ് അവിടെ തന്നെ നടത്തണം. ഭാരതപ്പുഴ മാഘമാസത്തില് ഗംഗാദേവിയായി മാറുന്ന ഈ സമയത്ത് അവിടെയാണ് കുംഭമേള നടത്തേണ്ടത്. അത് ഈ മലപ്പുറം ആകുന്നതിന്റെ മുമ്പ് വെട്ടത്ത് നാടായിരുന്ന അതിന്റെയും പുരാതന കാലത്ത് നടന്നിരുന്ന ആ ചടങ്ങ് ചില മതവിഭാഗങ്ങൾ ഹിജറ നടത്തി ജനസംഖ്യ കൂടി എന്ന് വെച്ചിട്ട് ഹിന്ദുക്കൾക്ക് ചട്ടിയും കലവും കുട്ടിയും കുടുക്കിയെടുത്ത് ഓടാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കണ്ണാടിയിട്ട് ചേച്ചി, മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ കഴിവാണ്. അതിന് ചേച്ചി അവിടെ ഇരുന്ന് കരഞ്ഞിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ചേച്ചി ഈ വീഡിയോ ഇട്ട് പരദൂഷണം പറയുന്ന സമയം മതിയല്ലോ. ചേച്ചിന്റെ വീട്ടിൽ ചേച്ചിന്റെ ഭർത്താവ് ഉണ്ടാവുമല്ലോ. ചേച്ചിയും ചേച്ചിന്റെ ഭർത്താവും കൂടി കുട്ടികൾ ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിക്ക്. എന്നിട്ട് ഒരു 10-15 അങ്ങോട്ട് പെറ്റിട്. ആരാ ചേച്ചിനെ തടയാൻ പോണത്? ആരും തടയില്ല. അവന് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളെ പോലെയും കേരളത്തിൽപ്പെട്ട ഒരു ജില്ല തന്നെയാണ് ഈ മലപ്പുറം ജില്ല. പിന്നെ ഇതൊരു കൊച്ചു പാകിസ്ഥാനാണ്, ഒരു മുസ്ലിം രാജ്യമാണെന്നൊക്കെ പറഞ്ഞു പരത്തുന്നത് സംഘിക്കൂട്ടങ്ങളാണ്. അത് അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ടും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ചേച്ചി സംഘികളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വാർത്ത കാണാതെയും വീഡിയോ കാണാതെയും മലപ്പുറം ജില്ലയിൽ വന്നിട്ട് മലപ്പുറം ജില്ല എന്താണെന്നും ഇവിടുത്തെ ഹിന്ദുക്കൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്നും ഇവിടുത്തെ മുസ്ലിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നവരാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്ക്. അല്ലാതെ ഈ അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. നാട്ടിലേക്ക് ഇറങ്ങണം ചേച്ചി. പിന്നെ ഇവിടെ ചേച്ചി കുംഭമേളയോ കമ്പമേളയോ കുംഭം ഇല്ലാത്ത മേളയൊക്കെ നടത്തിക്കോ, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനാണ് സംഖ്യകൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ ആൺകുട്ടികളുടെ കൈയിന്റെ ചൂട് സംഖ്യകൾ അറിയും. പിരിച്ച പിരിയില്ല ചേച്ചി. അതിനിപ്പോ സംഖ്യയായാലും ശരി മങ്കിയായാലും ശരി ആരായാലും ശരി.